ദശകങ്ങൾ പഴക്കമുള്ള ഇന്ത്യ റഷ്യ സൈനിക സഹകരണത്തിന് ഒരു പുതുമാനം നൽകിക്കൊണ്ട് മോസ്കോയിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും ആധുനികവുമായ ദീർഘദൂര റഡാറുകളെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ന്യൂഡൽഹി. നിലവിൽ ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാക്തിക വെല്ലുവിളികളെ തന്ത്രപൂർവ്വം മറികടക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യ ഇതിനായി ആഭ്യന്തരവും വൈദേശികവുമായ മേൽത്തരം സാങ്കേതിക വിദ്യകളുടെ ബലത്തിൽ സ്വന്തം സൈന്യത്തെ അതിദ്രുതമാണ് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികളിലെ ഒരു പ്രധാന ചുവടുവെപ്പ് എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് നേരെ ശത്രുക്കൾ തൊടുക്കുന്ന ലോങ് റേഞ്ച് ന്യൂക്ലിയർ, ലോങ് റേഞ്ച് നോൺ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കുകൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് സംവിധാനം സജ്ജീകരിക്കാൻ ഉദ്ദേശം $4 ബില്യൺ ചെലവിൽ റഷ്യൻ നിർമ്മിത വെറോനിഷ് ഓവർ ദി ഹൊറൈസൺ റഡാറുകളെയാണ് രാജ്യം വാങ്ങാൻ പോകുന്നത്. നാളിതുവരെയായി ഈ ഭൂഗോളത്തിൽ വികസിപ്പിക്കപ്പെട്ട ദീർഘദൂര റഡാറുകളിൽ ഏറ്റവും ശക്തിയുള്ളതും ആകാരത്തിൽ മുൻപനെന്നും പേരുകേട്ട ഈ വമ്പൻ റഡാറുകളെ പറ്റിയുള്ള ഒരു വിശകലനമാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഇന്ത്യ എന്തുകൊണ്ട് ഈ വെറോനിഷ് റഡാറുകളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. റഷ്യൻ വെറോനിഷ് റഡാറുകളുടെ നിർമ്മാണ പശ്ചാത്തലം. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ പ്രതിരോധിക്കാൻ അമേരിക്കയും അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികളും ചേർന്ന് രൂപീകരിച്ച നാറ്റോ സഖ്യത്തിനു വേണ്ടി പുതിയൊരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം പോളണ്ടിൽ സ്ഥാപിക്കാൻ 2002 വാഷിംഗ്ടൺ പദ്ധതിയിട്ടതോടെയാണ് ഇതിനു മറുപടി എന്നോണം ആധുനിക രീതിയിലുള്ള ഒരു ലോങ് റേഞ്ച് റഡാർ സിസ്റ്റം തങ്ങൾക്ക് വേണ്ടി വികസിപ്പിക്കാൻ റഷ്യ ആലോചിക്കുന്നത്. അക്കാലത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്ന നാറ്റോയുടെ മിസൈൽ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ സോവിയറ്റ് യൂണിയൻ അവരുടെ പ്രതാപകാലത്ത് തയ്യാറാക്കിയ ദര്യാൽ സീരീസ് VHF ലോങ് റേഞ്ച് റഡാറുകൾ പുതിയ കാലഘട്ടത്തിൽ സാങ്കേതികപരമായി കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യവും ഇങ്ങനെയൊരു ചിന്തയിലേക്ക് മോസ്കോയെ എത്തിക്കാൻ പ്രധാന കാരണവുമായി. തൽഫലമായി റഷ്യൻ സായുധ സേനകളുടെ ഉപയോഗത്തിന് വേണ്ടി ഏറ്റവും നൂതനവും മുൻഗാമിയായ VHF ശ്രേണിയിലെ ദീർഘദൂര റഡാറുകളെക്കാൾ നിരീക്ഷണ പരിധിയുള്ള ഒരു റഡാർ സിസ്റ്റവും അതിനുള്ള അനുബന്ധ ഘടകങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കണമെന്നായിരുന്നു തത്കാല റഷ്യൻ പ്രസിഡന്റായിരുന്ന വ്ളാദിമിർ പുടിന്റെ ഓഫീസ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ക്രെംലിൻ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയ ഉത്തരവ്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന് വേണ്ടിയും പിന്നീട് റഷ്യയ്ക്ക് വേണ്ടിയും ഇത്തരം റഡാർ സംവിധാനങ്ങളുടെ മുൻഗാമികളെ ദശകങ്ങളായി നിർമ്മിച്ച് പരിചയമുള്ള മോസ്കോയിലെ മിൻസ്ക് റേഡിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ MRIയെ ഇതിനായി തെരഞ്ഞെടുക്കാനായിരുന്നു മന്ത്രാലയത്തിന് താൽപര്യം. സിവിൽ മിലിറ്ററി ഗണത്തിൽപ്പെടുന്ന ഹെവി കമ്മ്യൂണിക്കേഷൻ ആന്റിനകളുടെയും മറ്റു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റുകളുടെയും ഉൽപ്പാദകരായ ഈ കമ്പനി 1946 മുതൽ സോവിയറ്റ് യൂണിയന്റെ ആയുധ വ്യവസായ രംഗത്ത് വഹിച്ചിരുന്ന നിർണായക സ്ഥാനവും ഇവർക്ക് കരാർ നൽകാൻ റഷ്യൻ സർക്കാരിനെ തദവസരത്തിൽ പ്രേരിപ്പിച്ചു. തൽഫലമായി സോവിയറ്റ് കാലം മുതൽ തന്നെ തദ്ദേശീയ മിലിറ്ററി കോംപ്ലക്സുകളിലെ ഭീമനായി അറിയപ്പെട്ടിരുന്ന മിൻസ് റേഡിയോ കമ്പനി ഫെഡറൽ ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം പ്രസ്തുത റഡാറുകളുടെ വികസനം ഏറ്റെടുത്തു. റഷ്യൻ വെറോനിഷ് റഡാറുകളുടെ വികസനവും നിർമ്മാണവും. സോവിയറ്റ് യൂണിയൻ ലോക ശാക്തിക ക്രമത്തിൽ അതിന്റെ പ്രഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന 1980കളിലാണ് ലോങ് റേഞ്ച് റഡാർ ശ്രേണിയിലെ വമ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദര്യാൽ സീരീസ് റഡാറുകളെ മോസ്കോവ മിൻസ്ക് റേഡിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സോവിയറ്റ് സൈന്യത്തിനു വേണ്ടി അവതരിപ്പിക്കുന്നത്. വെരി ഹൈ ഫ്രീക്വൻസി അഥവാ VHF ആവൃത്തിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ റഡാറുകൾക്ക് ഒരു അനുയോജ്യ പിൻഗാമി എന്ന നിലയ്ക്ക് ദീർഘദൂര പരിധിയിലുള്ള തങ്ങളുടെ പുതു റഡാർ വികസനം സാധ്യമാക്കാനായിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല ലഭ്യമായ MRIയുടെ പദ്ധതിയും. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ റഡാറിനേക്കാൾ ഏറ്റവും നൂതനമായതും ട്രാക്കിംഗ് റേഞ്ചിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഒരു റഡാർ വികസിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഈ ഏജൻസിയിലെ എഞ്ചിനീയർമാർക്ക് ഉണ്ടായിരുന്നത്. തൽഫലമായി ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിൽ ചാരക്കണ്ണുകളെത്തുന്ന ഹെവി ടെർമിനൽ ആന്റിനകളിൽ ഒരു ഏർലി വാർണിംഗ് റഡാർ തയ്യാറാക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശവും. അനുബന്ധമായി ഭൗമോപരിതലത്തിന് മുകളിലുള്ള വിസ്തൃതമായ ഒരു വ്യോമ മേഖലയിലൂടെ കടന്നുവരുന്ന ഏതൊരുവിധ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെപ്പറ്റിയും കൃത്യമായ മുൻകൂർ വിവരശേഖരണം നടത്താനും ഇവയെ പ്രതിരോധിക്കാൻ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ബാറ്ററികൾക്ക് ട്രാക്ക് മാപ്പ് ഉൾപ്പെടെയുള്ള അപായ സന്ദേശം കൈമാറാനും കെൽപ്പുള്ള വിധത്തിൽ വലിയൊരു സാങ്കേതിക വിദ്യ പരിഷ്കരണവും മിൻസ്ക് റേഡിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ ലക്ഷ്യമിട്ടിരുന്നു. ഇതോടൊപ്പം പഴയ തലമുറകളിൽ നിന്നും വിഭിന്നമായി 10 മീറ്റർ ഉയരത്തിലും 30 മീറ്റർ നീളത്തിലും ആന്റിനകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാനും ഇവിടുത്തെ വിദഗ്ധർ ഡിസൈനുകൾ സൃഷ്ടിച്ചു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ഒരു റഡാർ വികസനത്തിനാണ് തദവസരത്തിൽ MRIക്ക് നിയോഗം ലഭിച്ചത്.
തൽഫലമായി വെറോനിഷ് എന്ന നാമധേയത്തിൽ ഈ പുതു റഡാറിന്റെ ഗവേഷണം സംഘടന ആരംഭിച്ചു. റഷ്യൻ വെറോനിഷ് റഡാറുകളുടെ പ്രത്യേകതകൾ: 8,000 കിലോമീറ്റർ മുതൽ 10,000 കിലോമീറ്റർ വരെ വൃത്തപരിധിയിൽ സജീവമായ ഒരു വ്യോമ മേഖലയെ തുടർച്ചയായി സസൂക്ഷ്മം നിരീക്ഷിക്കാൻ കഴിയുമെന്നതാണ് ഈ റഷ്യൻ റഡാറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. തിരശ്ചീനമായി 8,000 കിലോമീറ്ററും ലംബമായി 6,000 കിലോമീറ്ററും വെറോനിഷുകൾക്ക് പരിശോധിക്കാനാവും. തൽഫലമായി ഭൂഖണ്ഡാന്തര വീക്ഷണമാണ് വെറോനിഷ് റഡാറുകൾക്ക് ലഭ്യമാകുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ശക്തിയേറിയ ഒരു റഡാറും ഈ ഭൂഗോളത്തിൽ റഷ്യക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുമാണ്. ഒരേ സമയം 500 ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും അവയെ വർഗീകരിക്കാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. തന്മൂലം ഏതു ഗണത്തിൽപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും സ്റ്റെൽത്തും നോൺ സ്റ്റെൽത്തുമായ ഫൈറ്റർ വിമാനങ്ങളെയും കൃത്യമായി കണ്ടുപിടിക്കാൻ ഈ വെറോനിഷുകൾക്കാവും. വളരെ മികവുറ്റതായ ഈ സവിശേഷത കാര്യക്ഷമമായ ഒരു കൗണ്ടർ ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കിന് ഈ റഡാറുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ലോങ് റേഞ്ച് എയർ ഡിഫൻസ് ബാറ്ററികളെ പ്രാപ്തമാക്കുന്നു. ഫേസ്റ്റഡ് അറേ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നതിനാൽ റഡാറിനെ ചലിപ്പിക്കാതെ തന്നെ ഇതിലെ ആന്റിന എലിമെന്റുകൾക്ക് ബഹുലക്ഷ്യങ്ങളെ നോട്ടമിടാനുള്ള കഴിവുണ്ട്. 8,000 കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു ഫുട്ബോളിന്റെ വലിപ്പമുള്ള വസ്തുവിനെ പോലും ഇവ ലോക്ക് ചെയ്യും. മുൻഗാമികളായ ദരിയാലുകളെ അപേക്ഷിച്ച് കൂടുതൽ രഹസ്യ സാങ്കേതിക വിദ്യകൾ വെറോനിഷിൽ റഷ്യൻ മിൻസ്ക് റേഡിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രയോഗിച്ചിട്ടുണ്ടെന്ന അഭ്യൂഹം നിലനിൽക്കുന്നതിനാൽ ഇവയെ വർത്തമാനകാലത്തിലെ ഏറ്റവും മാരകമായ റഡാറുകളെന്നാണ് ആഗോള ആയുധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ തന്നെ വെറോനിഷ് DM എന്ന മോഡൽ UHF ആവൃത്തിയിലാണ് പ്രവർത്തിക്കുന്നത്. റഷ്യയിലെ പ്രമുഖ പൊതുമേഖലാ ആയുധ ഉൽപ്പാദകരും അന്തർദേശീയ എയറോസ്പേസ് കുത്തകകളിൽ ഒന്നുമായ അൽമാസ് ആൻഡിയെ കോർപ്പറേഷനാണ് ഈ റഡാർ ഭീമനെ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നത്. റഷ്യൻ വെറോനിഷുകളെ ഇന്ത്യ സ്വന്തമാക്കുന്നത് എന്തുകൊണ്ട്? തങ്ങളുടെ ചിരവൈരികളായ ചൈനയും പാകിസ്ഥാനും മത്സരബുദ്ധിയോടെ അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും സ്വന്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യൻ നിർമ്മിതമായ ഈ കൂറ്റൻ റഡാറിൽ താൽപര്യപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിന് ഇന്ത്യക്ക് വെരി ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർസ് എന്ന പേരിൽ സ്വന്തമായ ഒരു തദ്ദേശ റഡാർ സംവിധാനമുണ്ടെങ്കിലും അതിന്റെ പരിമിതമായ നിരീക്ഷണ പരിധി വളരെ ദൂരത്തു നിന്നും ലോഞ്ച് ചെയ്യപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്തുന്നതിന് പര്യാപ്തമായിരുന്നില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ചൈന പോലുള്ള ശത്രു രാജ്യങ്ങൾ ഉപഗ്രഹാധിഷ്ഠിത ആയുധ വിക്ഷേപണ പദ്ധതികളിൽ മുന്നേറുന്നതും അവയിൽ ചിലതെല്ലാം പരീക്ഷണാടിസ്ഥാനത്തിൽ രഹസ്യമായി ശൂന്യാകാശത്ത് എത്തപ്പെട്ടിരിക്കുന്നു എന്നതും ന്യൂഡൽഹിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ ഭീഷണികളെ ഉചിതമായ രീതിയിൽ ചെറുക്കാനും അതുവഴി തങ്ങളുടെ ഭൗതിക ലക്ഷ്യങ്ങളെയും ഉയർന്ന മൂല്യമുള്ള വസ്തുക്കളെയും ശത്രുക്കളുടെ എല്ലാവിധ വ്യോമ ബഹിരാകാശ ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കാനും ലോകത്തിലെ ഏറ്റവും നൂതനമായ ഒരു ഓവർ ദി ഹൊറൈസൺ ലോങ് റേഞ്ച് റഡാറിന്റെ വിന്യാസം ഇന്ത്യക്ക് അനിവാര്യമാക്കിയിരിക്കുന്നു. തൽപരമായി ചൈനയുടെ ശാക്തിക സ്വാധീനം അനുദിനം വർദ്ധിച്ചു വരുന്ന ഇൻഡോ പസഫിക് മേഖലയിൽ സുവ്യക്തമായ ഒരു സൈനിക മേൽക്കോയ്മ നിലനിർത്താൻ ഇന്ത്യക്ക് വെറോനിഷുകളുടെ സാന്നിധ്യം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെ പറയാം. നേരത്തെ തന്നെ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയിരിക്കുന്ന S-400 എയർ ഡിഫൻസ് മിസൈലുകളും അതിന്റെ പിൻഗാമിയായ S-500 പ്രൊമിത്യൂസും ശേഷം ഇന്ത്യൻ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും ഈ റഡാറുകളുടെ കോംപ്ലിമെന്ററി യൂണിറ്റുകളായി ഉപയോഗിക്കാമെന്നതും ഇവയുടെ വാങ്ങലിനെ ആകർഷകമാക്കുന്നുണ്ട്. അതിനപ്പുറമാണ് ആഭ്യന്തര ആയുധ ഉൽപാദന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി വെറോനിഷിനെ രാജ്യത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കാമെന്നുള്ള ഇന്ത്യയോടുള്ള റഷ്യയുടെ വാഗ്ദാനം. ചുരുക്കത്തിൽ റഷ്യൻ നിർമ്മിതമായ ഈ വെറോനിഷുകളെ സ്വന്തമാക്കുന്നതിലൂടെ ഏഷ്യയും ആഫ്രിക്കയും ഉൾപ്പെടെയുള്ള വിസ്തൃത ഭൂഖണ്ഡങ്ങളുടെ ഒട്ടുമിക്ക ഭാഗങ്ങളെയും ഇന്ത്യക്ക് തങ്ങളുടെ റഡാർ കണ്ണുകളിൽ കൊണ്ടുവരാനാണ്. സൈനിക തന്ത്രപരമായി ന്യൂഡൽഹിക്ക് ലഭിക്കുന്ന ഈ മുൻതൂക്കം മേൽപ്പറഞ്ഞ മേഖലയിൽ നിന്നുള്ള എല്ലാവിധ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെയും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആക്രമണങ്ങളെയും പറ്റിയുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം തയ്യാറാക്കുന്നതിൽ നമ്മെ സഹായിക്കുമെന്നതാണ് വസ്തുതയും. ഉദ്ദേശം 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറുകൾ അവയുടെ അതിശക്തമായ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ വിദൂര സ്ഥാനങ്ങളിൽ നിന്നും നടത്തുന്ന ഏതൊരു വിധത്തിലുള്ള ലാൻഡ് ബേസ്ഡ് ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കുകളെയും സീ ബേസ്ഡ് ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കുകളെയും മുൻകൂട്ടി അറിയുന്നതിന് ഇന്ത്യയുടെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററികളെ അലർട്ട് ചെയ്യുന്നു.
തൽഫലമായി പൂർവേന്ത്യയിലെ ടെസ്റ്റ് റേഞ്ചായ ബാലസോറിലും ദക്ഷിണേന്ത്യയിലെ ടെസ്റ്റ് റേഞ്ചായ ചിത്രദുർഗയിലും സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ വറോണിഷ് റഡാറുകൾ ദക്ഷിണാർദ്ധഗോളത്തിന്റെ വടക്കും തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ഇൻഡോ പസഫിക് റീജിയനെ മൊത്തത്തിൽ നിരീക്ഷിക്കാനുള്ള ഇന്ത്യൻ നീക്കങ്ങളിലെ ശക്തമായ ഒരു ചുവടുവെപ്പാണെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.